മലയാളി കുടുംബ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത പരമ്പരയായിരുന്നു സ്വാന്തനം. പക്ഷേ സ്വാന്തനം അവസാനിപ്പിക്കേണ്ടി വന്നു. സ്വാന്തനം ഇഷ്ടപ്പെടാൻ കാരണം അതിലെ കൂട്ടുകുടുംബത്തിൻ്റെ കഥയായിരുന്നു, സഹോദരി സ്നേഹത്തിൻ്റെ കഥ. അതുപോലെ താരങ്ങളെയും ഏറെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിരുന്നു. സ്വാന്തനം പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഈ സീരിയൽ അവസാനിപ്പിക്കേണ്ട എന്ന് ഒരുപാട് ആരാധകർ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഇതിൻ്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് ഒരുപാട് ആരാധകർ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കീഴിലും അതുപോലെ പല സോഷ്യൽ മീഡിയ അവരുടെ ഫാൻസിൻ്റെ അവരുടെ ഇതിൽ അഭിനയിക്കുന്ന ആളുകളുടെ പേരിൽ സോഷ്യൽ മീഡിയ പേജിലുമൊക്കെ കമൻറ്റായി ചോദിച്ചിരുന്നു. പക്ഷേ ഇതിന് യാതൊരു റെസ്പോണ്ടും കിട്ടിയിരുന്നില്ല. എന്നാൽ ഈ അടുത്ത ഒരു മാസക്കാലമായിട്ട് ഈ സാന്ത്വനം 2ൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് നമുക്ക് വാർത്തകൾ കേൾക്കുകയാണ്. ഒരു 2 ആഴ്ച മുമ്പാണ് ഏഷ്യാനെറ്റിൽ ആദ്യത്തെ പ്രൊമോ വന്നത്. ആദ്യത്തെ പ്രൊമോ വന്നപ്പോൾ സ്വാന്തനത്തിൻ്റെ പ്രേക്ഷകരെല്ലാം തന്നെ അമ്പരന്ന് ഞെട്ടി ഇരിക്കുകയായിരുന്നു. ഈ ഒരു വീണ്ടും പഴയ താരത്തെയൊക്കെ കാണാമല്ലോ എന്ന് കരുതിയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് സ്വാന്തനം 2ൻ്റെ പ്രൊമോ വീണ്ടും കാണിച്ചത്. അതിൽ അഭിനയിച്ചിരുന്ന ബാലേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആൾ തന്നെ വീണ്ടും ആ ഒരു പ്രൊമോ കാണിച്ചു. ഒരു വയലത്തെ ഒരു കാറൊക്കെ വന്നിട്ട് കോളൊക്കെ വരുന്നതായിട്ട് കാണിച്ചു. അപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് സ്വാന്തനം 2-ൽ സ്വാന്തനം 1-ൽ അഭിനയിച്ചിരുന്ന അതേ ആളുകൾ തന്നെ ആയിരിക്കും സ്വാന്തനം 2-ലും അഭിനയിക്കുമെന്ന് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ വിശ്വസിച്ചു. പക്ഷേ എന്നാൽ ഇന്ന് മെയ് മാസം 31-ാം തീയതി ഇന്ന് ഉച്ചയ്ക്ക് ഏഷ്യാനെറ്റിൽ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. കാരണം അതിൽ വന്ന പ്രൊമോ പ്രകാരം ഈ ഒരു പഴയ താരങ്ങൾ ആരും അതിൽ കാണിക്കുന്നില്ല. ഒരു ഒറ്റ പഴയ താരം പോലുമില്ല. എല്ലാം മറ്റുള്ള ചാനലിൽ അവതരിപ്പിക്കുന്ന സീരിയൽ ആക്ടേഴ്സും അതുള്ള ഏഷ്യാനെറ്റിൽ തന്നെ വേറെ സീരിയൽ അഭിനയിച്ചിരുന്ന, അതായത് കുടുംബവിളക്ക് സീരിയൽ അഭിനയിച്ചിരുന്ന സിദ്ധാർത്ഥ് എന്ന ക്യാരക്ടർ ചെയ്തിരുന്ന ആളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇതിൽ അഭിനയിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം എന്താണ് നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പഴയ ആൾക്കാർ വരും, ആ പഴയ താരങ്ങളെ തന്നെ, ആ പഴയ കോംബോ, ശിവാഞ്ജലി കോംബോ അങ്ങനെയൊക്കെ വരുമെന്നായിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിനെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് ഒരു വെറൈറ്റി രീതിയിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും നമുക്കിത് കാണുമ്പോൾ അറിയാം, ഇത് ശരിക്കും പറഞ്ഞാൽ കാര്യസ്ഥൻ സിനിമ ഒരു മോഡലാണ്. കാരണം 2 കുടുംബങ്ങൾ ഒരു മതിലിനപ്പുറം ഇപ്പുറം താമസിക്കുന്നു. അതിനകത്തിൽ അവിടുന്ന് ഇപ്പുറത്തെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ ഒരുത്തനെ അടിച്ചുകൊണ്ട് പോയിട്ട് അപ്പുറത്തെ കല്യാണം കഴിച്ച് അവർ ഭാര്യയും ഫാമിലിയായിട്ട് താമസിക്കുന്നു. അതിനിടയ്ക്ക് അപ്പുറത്തിരുന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് കേൾക്കാം കാര്യസ്ഥൻ്റെ അതേ വീട് തന്നെ. എന്നിട്ട് പ്രൊമോയ്ക്കകത്ത് കാണിക്കുന്നത് അപ്പുറത്തിരുന്ന് ഒരാൾ പറയുന്നുണ്ട്, പിന്നെ ഇവിടെ നിന്ന് ആരും പ്രേമിച്ച് കല്യാണം കഴിക്കരുതെന്ന് എനിക്ക് വാക്ക് തരണമെന്ന്. ഞാൻ അവിടുന്ന് ഒരു പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നത് അപ്പുറത്തുനിന്ന് ഒരാൾ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇപ്പുറത്തെ ഒരാൾ പറയുന്നുണ്ട്, സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ പുള്ളി പറയുന്നുണ്ട്, അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അവർ തമ്മിൽ നീ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് വെളി വന്നിട്ട് വഴക്കുണ്ടാക്കുന്നത്. ഇത് കാര്യസ്ഥൻ മോഡൽ തന്നെയാണ്. നിങ്ങൾ ആ പ്രൊമോ കണ്ടു നോക്കുക. പ്രൊമോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്തായാലും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ പഴയ താരങ്ങൾ ഇല്ല. പഴയ താരങ്ങൾ ആരും ആ ഒരു പ്രൊമോയ്ക്കകത്തിലോ കാണിച്ചിട്ടില്ല. എന്തായാലും കഥയുടെ സ്റ്റാർട്ടിംഗ് ആണ്. ജൂൺ 17-ാം തീയതി മുതലാണ് ഇത് തുടങ്ങുന്നത്. എന്തായാലും പഴയ താരങ്ങളില്ലെങ്കിൽ നിങ്ങളിത് കാണില്ല എന്ന് പല ആളുകളും പല മീഡിയ ചാനലിൻ്റെ പേജിലൊക്കെ കമൻറ്റ് ചെയ്യാൻ കണ്ടിരുന്നു. ഇനിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. കാരണം നിങ്ങളിത് കാണുമോ കാണില്ല, അതോ ജസ്റ്റ് കണ്ടു നോക്കിയിട്ട് ഈ ഒരു കഥ കൊള്ളാമെങ്കിൽ കാണുമോ? കാരണം എനിക്ക് തോന്നുന്നത് കാര്യസ്ഥൻ സിനിമയെ ഒരു കഥ പോണക്കൊക്കെയാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾക്കായി മറക്കുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് വെച്ചു. കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമ്മൾ ഉടൻ വരുന്നതായിരിക്കും. താങ്ക്